Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക് ആണ് അല്ലെങ്കിൽ ലാസ്റ്റ് അപ്രോച്ച് ആണ് MIRR മെത്തേഡ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്താണെന്നുള്ളതാണ് പഠിച്ചതും NPV ആയിട്ട് കണക്ട് ചെയ്തിട്ട് പല കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇവിടെ ഒന്നും കൂടി ഈ IRR മെത്തേഡിനെ മോഡിഫൈ ചെയ്യണം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ IRR മെത്തേഡിനുള്ള ലിമിറ്റേഷൻസ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ആ ലിമിറ്റേഷൻസിനെയും കൂടി ഓവർകം ചെയ്തുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് വന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ പേര് എന്ത് വന്നത്, മോഡിഫൈഡ് എന്ന് വരാനുള്ള കാരണം. ഇതിനെ തന്നെ മുൻകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ടെർമിനൽ റേറ്റ് ഓഫ് റിട്ടേൺ TRR എന്നായിരുന്നു അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു MIRR എന്ന് പറയുന്നത് കുറച്ചുകൂടി ആക്യുറേറ്റ് വേർഷൻ ആണ്. ഈ ഒരു ട്രഡീഷണൽ ഇന്റേണൽ TRRനെക്കാട്ടിലും കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് ഈ MIRR എന്ന് പറയുന്നത്. ഇവിടെ കൃത്യമായിട്ട് നമ്മൾ എന്താണോ പ്രോബ്ലം ഫേസ് ചെയ്തത് അതിനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ MIR മെത്തേഡിൽ ക്യാഷ് ഇൻഫ്ലോസ് ഒക്കെ എന്താ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓരോ വർഷവും കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ഇൻഫ്ലോസ് ഉണ്ടാവുമല്ലോ, അതിനെന്ത് ചെയ്യറിയോ വീണ്ടും വരും അടുത്ത വർഷങ്ങളിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എ ലംസം എമൗണ്ട് ഈസ് റിസീവ്ഡ് അറ്റ് ദ എൻഡ്. എന്നിട്ട് എന്തുണ്ടാവും, എപ്പോഴാണോ പ്രൊജക്റ്റിന്റെ കാലയളവ് കഴിയുന്നത് ആ സമയത്തേക്ക് ഒരു തുക ഒന്നിച്ച് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് ടെർമിനൽ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. ഇറ്റ് ഷാൽ ബി ഡിസ്കൗണ്ടഡ് വിത്ത് ദ ലാസ്റ്റ് ഇയേഴ്സ് ഡിസ്കൗണ്ട് ഫാക്ടർ ടു കാൽക്കുലേറ്റ് ദ പ്രസന്റ് വാല്യൂ. ലാസ്റ്റ് കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യറിയോ അതിനെ ഡിസ്കൗണ്ട് ചെയ്യും, എന്നിട്ട് പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ എല്ലാ ക്യാഷ് ഇൻഫ്ലുവൻസിനെയും എന്താ ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യണം. ഏതാണോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആ റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരികയാണെന്ന് വെച്ചാൽ ഇതിന്റെ ഇക്വേഷൻ ഇവിടെ പറയുന്നുണ്ട്. MIRR ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഡിവൈഡഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ഹോൾ റേസ് ടു 1/n - 1. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങോട്ട് നമുക്ക് കിട്ടുന്ന ക്യാഷിനൊക്കെ നമ്മൾ എന്താ ചെയ്യാന്നാ പറഞ്ഞത്, അടുത്ത നെക്സ്റ്റ് ഇയേഴ്സിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എത്ര വർഷം കഴിയുമ്പോൾ എൻ്റെ ഫ്യൂച്ചർ വാല്യൂ എന്തായിരിക്കും എന്നാണ് അറിയേണ്ടത്. അതുകൊണ്ട് ക്യാഷ് ഇൻഫ്ലോൻ്റെ ഫ്യൂച്ചർ വാല്യൂവിനെ കാണുക, ഡിവൈഡ് ചെയ്യേണ്ടത് നമ്മൾ ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ പ്രസൻറ്റ് വാല്യൂ അറിയാം. അതിന് എത്ര കാലത്തേക്കാണോ നമ്മുടെ പ്രൊജക്റ്റ് വരുന്നത് അതാണ് 1/n - 1 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇതിൽ ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഓരോ വർഷവും കിട്ടുന്ന ക്യാഷിനെ പ്രൊജക്റ്റിൻ്റെ കാലയളവ് എത്ര വർഷമാണോ അവിടേക്ക് അത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുക, അതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ കണ്ടുകൊണ്ട്. പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്രയാണോ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഇൻവെസ്റ്റിനെ കോസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ച് ഡിസ്കൗണ്ട് ചെയ്ത് കാണുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് പീരീഡ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര വർഷത്തേക്കാണോ ചെയ്യുന്നത് അതാണ് N കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മളിത് ഈ പ്രോജക്റ്റിൻ്റെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ തീരുമാനം എടുക്കുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡിസ്കൗണ്ട് റേറ്റ് തന്നിട്ടുണ്ടാവും. ആ ഡിസ്കൗണ്ട് റേറ്റിനേക്കാൾ കൂടുതലാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന MIRR എന്നുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റിനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റെപ്സ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഫസ്റ്റ് കാൽക്കുലേറ്റ് ദ ഫ്യൂച്ചർ വാല്യൂ, സെക്കൻഡ് കാൽക്കുലേറ്റ് ദ പ്രസൻറ്റ് വാല്യൂ. ഫ്യൂച്ചർ വാല്യൂ ക്യാഷ് ഇൻഫ്ലോൻ്റെയും പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഔട്ട്ഫ്ലോൻ്റെയാണ്. എന്നതിന് ശേഷം ആ MIRR ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഒന്ന് പറയാം. ഫസ്റ്റ് പോയിന്റിൽ ഇവിടെ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസിനെ റീഇൻവെസ്റ്റ് ചെയ്യണം ഇവിടെ ചെയ്യുന്നത്. ടൈം വാല്യൂ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുന്നുണ്ട് എന്നുള്ള അഡ്വാൻറ്റേജ്. ഇതിൻ്റെ പോരായ്മ എന്ന് പറയുന്നത് ഇറ്റ് റിക്വയേഴ്സ് ആക്യുറേറ്റ് എസ്റ്റിമേറ്റ്സ് ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റുകൾ. കൃത്യമായിട്ട് നമുക്ക് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസും ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റുകളും ആക്യുറേറ്റ് ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു ക്രിയേറ്റ് ചെയ്യലെന്ന് പറയുന്നത് വളരെ കോംപ്ലെക്സ് ആണ്, അതുപോലെ ടൈം കൺസ്യൂമിംഗ് ആണ്. മെ നോട്ട് ബി അപ്രോപ്രിയേറ്റ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വിത്ത് അൺഈവൻ ക്യാഷ് ഫ്ലോ. എല്ലാ വർഷവും ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ക്യാഷ് ഫ്ലോസ് ഒക്കെ ആണെച്ചാൽ അവിടെ ഇത്തരത്തിലുള്ള കാൽക്കുലേഷൻസ് ഇൻഅപ്രോപ്രിയേറ്റ് ആണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പോരായ്മകളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഹാസ് ദ ഫോളോയിങ് ക്യാഷ് ഫ്ലോസ് ഓവർ 3 years. 3 വർഷത്തേക്കാണ് ക്യാഷ് ഫ്ലോ തന്നിരിക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ നമുക്ക് 40,000 കിട്ടുന്നുണ്ട്, സെക്കൻഡ് ഇയറിൽ 50,000 കിട്ടുന്നുണ്ട്, തേർഡ് ഇയറിൽ 60,000 ആണ് കിട്ടുന്നത്. അങ്ങനെ 3 വർഷത്തെയും ക്യാഷ് ഇൻഫ്ലോസ് തന്നിട്ടുണ്ട്.
അതേപോലെ തന്നെ നമ്മൾ ഇനീഷ്യലി ഈ പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എത്ര രൂപയാണ് 1 lakh ആണ് തരുന്നത്. അതിൽ ഫിനാൻസ് റേറ്റ് എന്ന് പറയുന്ന 10% ആണ്. അതായത് ക്യാഷ് ഔട്ട്ഫ്ലോസിൻ്റെ നോക്കേണ്ടത് ഫിനാൻഷ്യൽ 10% ആണ്. റീഇൻവെസ്റ്റ് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 12% ആണ്. ക്യാഷ് ഇൻഫ്ലോസിന് ഓരോ വർഷത്തേക്ക് റീഇൻവെസ്റ്റ് ചെയ്യുന്ന പെർസെൻറ്റേജ് 12% ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഇൻഫ്ലോസ് ഓരോ വർഷവും കിട്ടുന്ന വരുമാനത്തിനെ നമ്മൾ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യണം അതിൽ തന്നെ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ കാൽക്കുലേറ്റ് ദ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ഇൻഫ്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇപ്പോൾ കിട്ടുന്ന ഓരോ എമൗണ്ടിനെയും നെക്സ്റ്റ് അതിൻ്റെ പ്രൊജക്റ്റിന് കാലയളവ് എത്രയാണോ അത്രയും വർഷത്തേക്ക് വീണ്ടും അത് നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ എമൗണ്ടിൻ്റെ ഫ്യൂച്ചർ വാല്യൂ നമ്മൾ കാണണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ കൃത്യമായി പറയുന്നുണ്ട് റീഇൻവെസ്റ്റ് ചെയ്യാണല്ലോ. ആ കിട്ടുന്ന ഇൻഫ്ലോനെ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുന്ന റേറ്റ് ആണ് 12% എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ നോക്കൂ ആദ്യത്തെ വർഷം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പോസിറ്റീവ് ക്യാഷ് ഫ്ലോൻ്റെ വാല്യൂസിനെ റീഇൻവെസ്റ്റ് ചെയ്യുന്നു 12% അൺടിൽ ദ എൻഡ് ഓഫ് ദ പ്രോജക്റ്റ്. നമുക്ക് എത്ര വർഷം വരെ ഈ പ്രോജക്റ്റ് ഉള്ളത്? 3 വർഷം വരെയാണ് പ്രോജക്റ്റിൻ്റെ കാലയളവ് തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഫസ്റ്റ് ഇയറിൽ കിട്ടിയിരിക്കുന്ന എമൗണ്ട് എത്രയാണ്? 40,000. അത് ഒന്നാമത്തെ വർഷം കിട്ടുകയെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ വർഷം എൻഡ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ ഈ കിട്ടിയ 40,000-നെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? നെക്സ്റ്റ് സെക്കൻഡ് ഇയറിലേക്കും തേർഡ് ഇയറിലേക്കും ആയിരിക്കും റീഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഈ 40,000-നെ സെക്കൻഡ് ഇയറിലേക്കും തേർഡ് ഇയറിലേക്കും നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇൻഫ്ലോ ഓഫ് 40,000 വിൽ ബി റീഇൻവെസ്റ്റഡ് ഫോർ 2 years. നമ്മൾ എത്ര വർഷത്തേക്ക് റീഇൻവെസ്റ്റ് ചെയ്യാം? സെക്കൻഡ് ഇയറിലേക്കും ചെയ്യും തേർഡ് ഇയറിലേക്കും ചെയ്യും. കാരണം ക്യാഷ് ഇൻഫ്ലോ ഓഫ് ദ ഫസ്റ്റ് ഇയർ എപ്പോഴാണ് റിസീവ് ചെയ്യുക? ആ ഒന്നാമത്തെ വർഷം എൻഡ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. 40,000 രൂപയാണല്ലോ നമുക്ക് കിട്ടുന്നത്. 40,000 ഇൻറ്റു 1 + r⁻²2 എന്നാണ് പറയുന്നത്. 2 വർഷത്തേക്കാണ് നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 1 + r എന്ന് പറയുന്നത്. അപ്പോൾ 40,000 ഇൻറ്റു 1 + റേറ്റ് എന്ന് പറയുന്ന എത്ര പെർസെൻറ്റേജാ? 12%. അപ്പം നമ്മളിവിടെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ നോക്കുമ്പം ഫ്യൂച്ചർ വാല്യൂവിൻ്റെ ടേബിൾ എടുക്കുക. ടേബിൾ എടുത്തിട്ട്, കാരണം അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ടേബിൾ 3 ആണ്. കാരണം കോമ്പൗണ്ട് അല്ലേ കാണുന്നത്. പ്രസൻറ്റിലെടുത്ത പൈസ തന്നെ ഫ്യൂച്ചറിൽ എത്ര കിട്ടും നോക്കുമ്പോൾ അപ്പോൾ 12% നോക്കുക. 12% സെക്കൻഡ് ഇയറിലേക്ക് എത്രയാണെന്നുള്ളത് നോക്കുക. സെക്കൻഡ് ഇയറിലേക്ക് ഇതാണ് സെക്കൻഡ് ഇയർ. അപ്പോൾ അതിന് നേരെ നോക്കൂ, 12% ഇവിടെ കിടക്കുന്നത്. അപ്പോൾ 12% സെക്കൻഡ് ഇയറിൽ 1.254 എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ 40,000-നെ 1.254ലേക്ക് കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 50,176 ആണ് കിട്ടുന്നത്. ഇനി അപ്പോൾ ഒന്നാമത്തെ വർഷം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ വർഷം കിട്ടുന്ന ഇൻഫ്ലോ എത്രയാണ്? 50,000 ആണ് കിട്ടുന്നത്. അപ്പോൾ രണ്ടാം വർഷത്തെ ഇൻഫ്ലോ പറയുമ്പോൾ രണ്ടാമത്തെ വർഷം എൻഡ് ചെയ്യുമ്പോഴാണ് കിട്ടുക അല്ലേ? അപ്പോൾ ആ പൈസേനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എത്രാമത്തെ വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ഇയർ 3. കാരണം നെക്സ്റ്റ് പിന്നെ ഒരു 1 ഇയറും കൂടിയുള്ളൂ ആ പ്രൊജക്റ്റ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇയർ 3യിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം രണ്ടാമത്തെ വർഷത്തെ പൈസ എപ്പോഴാണ് കിട്ടുക? രണ്ടാമത്തെ വർഷം എൻഡ് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ നമുക്ക് അവിടെ ആകെ ഒരു വർഷമാണ് അത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ 50,000 ഇൻറ്റു 1 + r⁻² ഇവിടെ 1 ഇയറിലേക്കേ കിട്ടുള്ളൂ. ഇവിടെ 2 ഇയർ കിട്ടും. കാരണം 1 ഇയർ എൻഡിൽ കിട്ടുന്ന പൈസേനെ നമുക്ക് സെക്കൻഡിലേക്കും തേർഡിലേക്കും വിടാം. അപ്പോൾ ഇവിടെ 1 ഇയർ ആയതുകൊണ്ട് 50,000 ഇൻറ്റു നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ. അപ്പോൾ ഒന്നാമത്തെ വർഷം ഇവിടെ നമ്മൾ നോക്കിയത് രണ്ടാമത്തെ വർഷത്തേക്കല്ലേ ഈ എമൗണ്ട് കണ്ടത് 12%. ഇവിടെ നമ്മൾ ഒന്നാമത്തെ വർഷം, ഒരു വർഷമേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ വർഷത്തേക്ക് 12% നോക്കുമ്പോൾ ഉള്ള വാല്യൂ ആണ് 1.12 എന്നുള്ളത്. അതുകൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 56,000 കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും ചെയ്തു. തേർഡ് ഇയറിലെ ഇൻഫ്ലോ എന്ന് പറയുന്നത് 60,000. അതെപ്പോഴാണ് കിട്ടുക? തേർഡ് ഇയർ എൻഡിലാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പിന്നെ വർഷങ്ങളൊന്നുമില്ല. അപ്പോൾ ആ എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും? അതേപോലെ തന്നെയാണ് കണക്കാക്കുക. അവിടെ നമ്മൾ ഇനിയിപ്പോൾ കോമ്പൗണ്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക്
മൂന്നാമത്തെ വർഷം എൻഡ് ചെയ്യുമ്പോൾ എത്ര രൂപ കിട്ടും നോക്കൂ. 50,176 പ്ലസ് 56,000 പ്ലസ് 60,000 അങ്ങനെ തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര രൂപയാണ് വരുന്നത്? 1,66,176 ഈ 3 വർഷത്തെയും കൂടി കൂട്ടുമ്പോൾ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞു, കാരണം കിട്ടുന്ന ഇൻഫ്ലോൻ്റെ ഒക്കെ ഫ്യൂച്ചർ വാല്യൂ കണ്ടു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ പ്രസൻറ്റ് വാല്യൂ കാണണം. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ്? 1 lakh എന്ന് പറഞ്ഞല്ലോ. അത് 3 വർഷത്തേക്കാണ് പറഞ്ഞല്ലോ. അതേപോലെ ഫിനാൻസ് ചെയ്യുന്ന റേറ്റ്, ക്യാഷ് ഔട്ട്ഫ്ലോൻ്റെ റേറ്റ് 10% പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഇവിടെ 1 lakh ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ ഹോൾ റേസ് ടു 3, അതായത് 3 വർഷത്തേക്ക് ഈക്വൽ ടു എന്ത് വരും? 1 lakh ഡിവൈഡ് ബൈ 1 പ്ലസ് ആർ റേറ്റ് എന്ന് പറയുന്നത് 10%. 10% പറയുമ്പം 0.10 ഹോൾ റേസ് ടു എത്ര വർഷത്തേക്കാണ്? 3 വർഷത്തേക്ക് ഈക്വൽ ടു എന്ത് വരും? 1 lakh ഡിവൈഡഡ് ബൈ ഇതിനെ 3 തവണ ഇൻറ്റു ചെയ്യുക, ലാസ്റ്റ് 1 കൊണ്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു എമൗണ്ട് ആയിരിക്കും വരിക. ഇനി അത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 75,131 ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടിയ എമൗണ്ട്. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന 1 lakhന് ഡയറക്റ്റ് ആയിട്ട് തന്നെ 0.751 എന്നുള്ളതാണ് ഇതിൻ്റെ വാല്യൂ. 10% നോക്കിയാൽ മതി. അപ്പോൾ അതിന് ടേബിൾ 1 എടുത്തിട്ട് 10% നോക്കുക 3 ഇയേഴ്സിന് എത്രയാണെന്നുള്ളത്. ഇവിടെ കണ്ടോ, പ്രസൻറ്റ് വാല്യൂ ടേബിളാണിത്, ടേബിൾ 1. 3 വർഷത്തെ പ്രൊജക്റ്റാണ്. 10% പറയുമ്പോൾ എത്ര വരിക? 0.75. അപ്പോൾ ഒന്നില്ലെങ്കിൽ 1 lakhനെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഇൻറ്റു ചെയ്യാം. അതായിരിക്കും കുറച്ചും കൂടി നമുക്ക് എളുപ്പം എന്ന് പറയുന്നത്. അപ്പോഴും നമുക്ക് കിട്ടുന്നത് 75,100. ഇതാണ് കിട്ടിയ ഈ വാല്യൂ. അപ്പോൾ ഇവിടുത്തെ PV ഫാക്ടർ ഓഫ് 10% ഓഫ് തേർഡ് ഇയർ എന്ന് പറയുന്നത് എത്രയാണ്? 0.751 ആണ് നമ്മളിപ്പോൾ കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്യാഷ് ഫ്ലോനെ നമ്മൾ ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് 75,100. ഇവിടെ ഒരു 31 ഡിഫറൻസ് വന്നേലും അത് കുഴപ്പമില്ല, അതിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്ന ചേഞ്ചുകളാണ്. അപ്പോൾ അത്രയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മുടെ സ്റ്റെപ്പ് 3 എന്താ? നമ്മുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഫ്യൂച്ചറിലെ ക്യാഷ് ഇൻഫ്ലോ എടുക്കുക. ഫ്യൂച്ചറിലെ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കണക്കാക്കി വെച്ചിട്ടുണ്ട്. 1,66,176 ഡിവൈഡഡ് ബൈ പ്രസൻറ്റിലത്തെ, അതായത് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ പ്രസൻറ്റ് വാല്യൂ, അത് 75,131 ഹോൾ റേസ് ടു എത്ര വർഷത്തേക്കായിരുന്നു പ്രൊജക്റ്റ്? 3 വർഷത്തേക്ക്. 1/3 -1. അപ്പം നമ്മൾ ആദ്യം ഇത് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തിട്ട് ഹോൾ റേസ് ടു 1/3 കാണുമ്പം 1.295 ആണ് വരിക. അതിൽ നിന്ന് ഈ -1 ലെസ് ചെയ്യാം. അപ്പോൾ കിട്ടുന്നത് 0.295 എന്ന് കിട്ടും. അതായത് പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്യുമ്പം ഈ പോയിന്റ് 2 സ്ഥാനം ഇപ്പുറത്തേക്ക് വരും. അപ്പോൾ 29.5% ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് MIRR എത്ര കിട്ടി? 29.5% കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ പ്രൊജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ എന്താ പറഞ്ഞത്? ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാണോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് എത്രയാണോ അതിനേക്കാൾ കൂടുതലായിരിക്കണം നമ്മുടെ MIRR എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ കേസിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്ര ശതമാനമാണ് നമ്മുടെ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത്? 10% ആണ് അല്ലേ? നമുക്ക് കിട്ടിയ ഡിസ്കൗണ്ട് റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള റേറ്റിനെ പറയുന്നത് കേട്ടോ. അപ്പോൾ 1 lakh ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര പെർസെൻറ്റേജിലാണ് കണ്ടത്? 10%-ലല്ലേ കണ്ടത്. അപ്പോൾ ആ 10%-നേക്കാട്ടിലും ഉണ്ടല്ലോ 29.5% പറയുമ്പോൾ അധികമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രൊജക്റ്റിനെ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഇനി ചില കേസിൽ ഇപ്പം നമുക്ക് ഇവിടെ തന്ന ക്വസ്റ്റ്യനിൽ 2 റേറ്റും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഫിനാൻസ് റേറ്റ് പറയുന്നതാണ് ഈ റേറ്റ് വരുന്നത്, ക്യാഷ് ഔട്ട്ഫ്ലോൻ്റെ റേറ്റ് 10%. റീഇൻവെസ്റ്റ് ചെയ്യുന്ന റേറ്റ് ഇവിടെ 12% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ക്യാഷ് ഫ്ലോ നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള റേറ്റ് 12% ആണ്. പക്ഷേ ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഫിനാൻസ് റേറ്റും റീഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റും ചില കേസിൽ ഡിഫറെൻ്റ് ആയി തരില്ല, രണ്ടും ഒന്നായിട്ടായിരിക്കും തരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെ അവിടെ ചെയ്താൽ മതിയാകും. അപ്പോൾ കുഴപ്പമില്ല. ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. വളരെ ക്ലിയറായിട്ട് MIRR നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ക്യാഷ് ഇൻഫ്ലോ നോക്കുക, അത് എത്ര വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക നോക്കുക. അതിനെ നമ്മൾ ഫ്യൂച്ചർ വാല്യൂ, അതായത് കോമ്പൗണ്ട് ടേബിൾ വെച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു എമൗണ്ട് കിട്ടും. പിന്നെ ക്യാഷ് ഔട്ട്ഫ്ലോ എടുക്കുക, അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കാണുക, ടേബിൾ 1 എടുക്കുക.
എന്നിട്ട് അത് കാണുമ്പോൾ ആ വാല്യൂ കിട്ടും. എന്നിട്ട് ഫ്യൂച്ചർ ബൈ പ്രസൻറ്റ് റേസ് ടു 1/n -1 എന്നുള്ള MIRRൻ്റെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്നു. ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണെന്ന് നോക്കുക. അത് ഫിനാൻസ് റേറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ പ്രൊജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ MIRRനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.